രാവിലെ തന്നെ പോയി മീൻ, ചിക്കൻ, പലചരക്ക്, പച്ചക്കറി ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടോ. കഴിച്ചിട്ടാണ് പോയത്. വന്നു കഴിഞ്ഞപ്പോൾ ഒരു ലോഡ് പാത്രം കഴുകുന്നത്, ഭയങ്കര സ്പീഡട്ടേക്ക് പാത്രം കഴുകാൻ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കഴുകി വെച്ചു. വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ അവിയൽ നിർബന്ധമാണ്. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. നാളികേരം അപ്പുറത്ത് വറക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് വറുത്തരച്ച് മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ വെള്ളിയാഴ്ച മാത്രമേ വീഡിയോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ വെള്ളിയാഴ്ച മാത്രമേ കാര്യമായിട്ട് ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ. വെള്ളി ശനി വിനേട്ടം ഫുഡ് കഴിക്കാനുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള ദിവസമൊക്കെ ഞങ്ങൾക്ക് തട്ടിക്കൂട്ട് കറിയായിരിക്കും. വെള്ളിയാഴ്ച ഉണ്ടാക്കിയതിൻ്റെയും ശനിയാഴ്ച ഉണ്ടാക്കിയതിൻ്റെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം വിനേട്ടൻ്റെ ഓഫീസിൽ ഫുഡൊന്നും കൊണ്ടുപോകണ്ട, കക്കരിക്കയും കുക്കുമ്പറും മാത്രം തിന്ന് ജീവിക്കുന്ന മനുഷ്യനാണ് കേട്ടോ. പിന്നെ വറുത്തരച്ച് മീൻകറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് മല്ലിപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ നാളികേരം, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് അരപ്പ് ചേർത്ത് അതിൽ കുറച്ച് പുളിവെള്ളം ചേർത്ത് തക്കാളി, പച്ചമുളക് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീനിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഫിഷ് മസാല വരട്ടാനുള്ള ആളെത്തിയിട്ടുണ്ട്. അത് പിന്നെ വിനേട്ടനായതുകൊണ്ട് ആ ഭാഗത്തേക്ക് എനിക്ക് നോക്കണ്ട, എല്ലാം റെഡിയാക്കി കൊടുക്കണുണ്ട്. പക്ഷേ അപ്പം മീനൊക്കെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കുക. അവസാനം അതൊന്ന് വറവിടുക കേട്ടോ. വറവിട്ട് കഴിഞ്ഞാൽ അതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കണം, ഒരു കളറിന്. അപ്പം തന്നെ അടച്ച് വെച്ചോ, മണം എങ്ങോട്ടും പോകണ്ട കേട്ടോ. പിന്നെ ഉപ്പേരി നിർബന്ധമാണല്ലോ, കൊത്തമ്പര ഉപ്പേരിയാണ്. ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഉപ്പേരിയും റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ, ഇത് പിന്നെ ഇപ്പം മസാല പുരട്ടി ഞാൻ ഫ്രീസറിൽ കയറ്റും. കാരണം ഇത് രാത്രികളിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ല വിനേട്ടന് ഗ്രില്ലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അപ്പയ്ക്ക് തന്നെ മാറ്റി റെഡിയാക്കി വെച്ചു. പിന്നെ മീൻ വറക്കാനുണ്ടായിരുന്നു. ചോറ്, അവിയൽ, മീൻ വറുത്തത്, മീൻ കറി, ഉപ്പേരി, അത്രയില്ലേ. അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ചോറുണ്ടു.